അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതആലിം സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സർവവസന്തം പെയ്താങ്ങുന്ന ഇബ്തിആദിന്റെ മനോഹരമായ വേദിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാളെ അവന്റെ ജന്നാത്തിനെയും ഒരുമിച്ച് കൂടുമാറാവട്ടെ. ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന വിഷയം ഖുർആൻ സന്ദേശം മനുഷ്യരിലേക്കുള്ള സർഗദാനം എന്ന വിഷയത്തെ കുറിച്ച് അല്പം പറഞ്ഞാൽ തൗഫീഖ്. പ്രപഞ്ചത്തിനില കൊള്ളുന്ന ഓരോ മതങ്ങൾക്കും അതിന്റെ ആശയ ദർശനങ്ങൾ വിവരിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും അവരുടേതായ ദർശനങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനിന് പകരം വെക്കാൻ ഒരു ദർശനത്തിനും പ്രത്യശാസ്ത്രത്തിലുമായിട്ടില്ല. കാരണം ഖുർആൻ എന്നൊരു ദൈവിക ഗ്രന്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുർആൻ അവതരിച്ചപ്പോൾ അന്നത്തെ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് അവർക്ക് അതിനെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനോട് സമാനമായ ഒരു ആയത്തോ സൂറത്തോ കൊണ്ടുവരാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. ലോകർക്ക് മുഴുവൻ മാർഗദർശിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ശൗറു റമളാൻ അല്ലദീ ഉൻസില ഫീ ഖുർആൻ ഉദൽ ലിന്നാസ് വ ബൈനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 14 നൂറ്റാണ്ട് മുമ്പുള്ള തമസ്സുഹകിലേക്ക് മാത്രമല്ല 21 നൂറ്റാണ്ടിലെ ഇൻഫർമേഷൻ മനുഷ്യരിലേക്ക് കൂടിയാണ് ഇതിനേർക്കപ്പെട്ടത്. ആധുനിക വിജ്ഞാനങ്ങളും ഭൗഭൂരിഭാഗമായ ഖുർആനിനെ സർവാധിപത്യം ചെലുത്തുന്നു. ആധുനിക ലോകം ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് സാമ്പത്തിക മേഖലയിലാണ്. അടുത്തിടെ ഉണ്ടായ സാമ്പത്തിക മാധ്യമം എന്നത് വാസ്തുത തന്നെയാണ്. ലോകത്ത് കയ്യിലെടുത്ത അമ്മാനമാടി നമ്മുടെ കയ്യിലാ ലോകമെന്ന് അംഗീകരിച്ച ഒട്ടുമിക്ക ഇന്റർനെറ്റ് സ്ഥാപനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹരിക്കാനാവാതെ കൂട്ടുകൂട്ടുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഖുർആനിക് സാമ്പത്തിക വ്യവസ്ഥയെ ഖുർആൻ ഇക്കണോമിക്കൽ സിസ്റ്റം എന്ന് അവലോകനം ചെയ്യുന്നതായിരിക്കും. പ്രകൃതിയുടെ മതമായ ദൈവിക മതമായ ഇസ്ലാം തന്നെയാണല്ലോ ശരിയായ ഓരോ സാമ്പത്തിക വ്യവസ്ഥയെ ലോകത്തിന് മുമ്പ് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടതും ഉത്തരവാദിത്തപ്പെട്ടതും അതിനാലായിരിക്കാം. ഖുർആനിൽ നിന്നുള്ള പല വസ്തുക്കൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് സ്ഥിരമായ ഓരോ സാമ്പത്തിക വ്യവസ്ഥയ്ക്കായി ആവശ്യമായവ അത്യാവശ്യമായവ അനാവശ്യമായവ എന്നിങ്ങനെ പലതരത്തിൽ ഓഹരി ചെയ്യുന്നുണ്ട്. പലിശ, പൂത്തിയപ്പ്, കൊള്ള, കൊള്ളിയപ്പ്, ദൂർത്ത് എന്നിവ സാമ്പത്തിക മേഖലയിൽ അനാവശ്യമായി ഖുർആൻ കാണുന്നു എന്ന് മാത്രമല്ല അതിനോട് ശക്തമായ രീതിയിൽ ഇവയ്ക്കെതിരെ പ്രതികരിക്കുകയും ഇവയല്ലാത്ത ഓരോ സാമ്പത്തിക വ്യവസ്ഥയ്ക്കായി ആവശ്യമായവയാണ്. അതിനാൽ ആവശ്യമായ തന്നെയാണ് പലിശയാണ് ഇതിന് ആഗോള പ്രതിസന്ധിക്ക് സുപ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധന്മാർ വിലയിരുത്തുന്നത് പൂത്തിയപ്പിലൂടെയാണ്. ലോക മാർക്കറ്റുകളും പ്രൊഡക്റ്റുകളുമായാണ് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ ജന്നാത്തിനെ ഒരുമിച്ച് കൂടുമാറാവട്ടെ. ഈ വിഷയത്തെ കുറിച്ച് പറയാനും പഠിപ്പിക്കാനും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അല്ലാഹു അല്ലാഹു